ശനിയാഴ്ച പുലർച്ചെ തുടങ്ങിയ ആക്രമണങ്ങളിൽ ഇതുവരെ ഇറാനിലെ 1250 കൂടുതൽ ലക്ഷ്യസ്ഥാനങ്ങൾ അമേരിക്ക തകർത്തു എന്നാണ് പറയുന്നത്. 11 ഇറാനിയൻ കപ്പലുകളും തകർത്തതായി സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ടെഹ്റാനിലെ വസതി തകർക്കുകയും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തോള്ള അലി ഖമനേയിയെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സൂചനകൾ പ്രകാരം ഇറാന്റെ വിവിധ ഭാഗങ്ങളിലായി 600ഓളം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. യുദ്ധം 4-5 ആഴ്ചയോളം നീണ്ടു നിന്നേക്കാം എന്ന സൂചനയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നൽകുന്നത്. ആകാശത്തു നിന്നും കടലിൽ നിന്നുമുള്ള ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെ 20ഓളം ആധുനിക ആയുധ സംവിധാനങ്ങളാണ് ഈ ഓപ്പറേഷനായി അമേരിക്ക വിന്യസിപ്പിച്ചിരിക്കുന്നത്. അതേസമയം അതിഭീമമായ സാമ്പത്തിക ബാധ്യതയാണ് ഈ യുദ്ധം അമേരിക്കൻ ഖജനാവിന് ഉണ്ടാക്കിവെക്കുന്നത്. 2023 ഒക്ടോബർ മുതൽ ഇസ്രയേലിനും മറ്റു മേഖലയിലെ സൈനിക നീക്കങ്ങൾക്കുമായി ഏകദേശം $33.77 ബില്യൺ, അതായത് ഏതാണ്ട് 2.8 ലക്ഷം കോടി രൂപ അമേരിക്ക ഇതിനോടകം ചെലവാക്കി കഴിഞ്ഞു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ആദ്യ 24 മണിക്കൂറിൽ മാത്രം $779 മില്യൺ ചെലവായത്, അതായത് 6400 കോടിയിലധികം രൂപ. യുദ്ധത്തിന് മുന്നോടിയായുള്ള സൈനിക വിന്യാസത്തിനും വിമാനവാഹിനി കപ്പലുകളുടെ നീക്കത്തിനുമായി $630 മില്യൺ വേറെയും ചെലവാക്കി. ഒരു വിമാനവാഹിനി കപ്പൽപ്പടയെ ഒരു ദിവസം പ്രവർത്തിപ്പിക്കാൻ മാത്രം $6.5 മില്യൺ ചെലവ് വരും. അതൊക്കെ കൊണ്ട് തന്നെ ഈ യുദ്ധം നീണ്ടുപോകുന്നത് അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. യുദ്ധത്തിന്റെ ആകെ ചെലവ് എത്രയാകുമെന്ന് പ്രവചിക്കാൻ ഇപ്പോൾ കഴിയില്ലെന്നാണ് സ്റ്റിംസൺ സെന്ററിലെ സീനിയർ ഫെലോ ക്രിസ്റ്റഫർ പെബിൾ പറയുന്നത്. പെന്റഗൺ ഔദ്യോഗിക കണക്കുകൾ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. എങ്കിലും ഓരോ ആയുധത്തിനും ഓരോ ഓപ്പറേഷനും വരുന്ന ചെലവ് വളരെ ഭീമമാണെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ സാമ്പത്തിക ബാധ്യതയേക്കാൾ ഉപരിയായി അമേരിക്കയുടെ ആയുധ ശേഖരത്തിൽ ഉണ്ടാകുന്ന കുറവാണ് പ്രതിരോധ വിദഗ്ധർ ഇപ്പോൾ കൂടുതലായി കുഴപ്പിക്കുന്നത്. ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലുകളെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ എണ്ണം വളരെ കുറവാണ് എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. അതിനിടെ ഇറാൻ ആക്രമിച്ചെന്ന വാദവുമായി ഓസ്ട്രേലിയ രംഗത്ത് വന്നു. ദുബായിക്ക് അടുത്തുള്ള അൽമിൻഹാദ് വ്യോമത്താവളം ആക്രമിച്ചെന്നാണ് ഓസ്ട്രേലിയ പറയുന്നത്. ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രി റിച്ചാർഡ് മാർലസ് ആണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നത്. എന്നാൽ തങ്ങളുടെ സൈനികർ എല്ലാവരും സുരക്ഷിതരാണെന്നും റിച്ചാർഡ് മാർലസ് പറയുന്നു. റിയാദിൽ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ അമേരിക്കൻ എംബസിക്ക് തീ പിടിച്ചതായി സൗദി പ്രതിരോധ മന്ത്രാലയ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 2 ഡ്രോണുകളാണ് ഒരേ സമയം ആക്രമണം നടത്തിയത്. അതിന് പിന്നാലെ റിയാദിലെ നയതന്ത്ര മേഖലയിൽ 2 സ്ഫോടനങ്ങൾ കൂടി ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. നയതന്ത്ര മേഖലയിൽ ലക്ഷ്യമിട്ടെത്തിയ 4 ഡ്രോണുകളെ സൗദി വ്യോമ പ്രതിരോധ സേന വെടിവെച്ച് താഴെയിട്ടു. അതേസമയം ഇറാനെ ആക്രമിക്കാനുള്ള കാരണം പറയുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. മാസങ്ങൾക്കകം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലും ആണവ പദ്ധതികളും പൂർണ്ണമായി ശക്തിപ്പെടും എന്നതുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് നെതന്യാഹു പറയുന്നത്. ഇറാനിലെ ആണവ ബോംബ് പദ്ധതികൾക്കും ബാലിസ്റ്റിക് മിസൈലുകൾക്കും നേരെ മുമ്പ് നടത്തിയ ആക്രമണങ്ങളിൽ നിന്നും അവർ ഒരു പാഠം പഠിച്ചുവെന്നാണ് കരുതിയെങ്കിൽ അത് തെറ്റാണ്. അവർ ഒരു മാറ്റവും വരാത്ത മതഭ്രാന്തന്മാരാണ്. അവരുടെ ലക്ഷ്യം തന്നെ അമേരിക്കയെ നശിപ്പിക്കുക എന്നതാണെന്നും നെതന്യാഹു പറയുന്നു. അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇഷ്ടംപോലെ ആണവായുധങ്ങൾ ഉണ്ടാക്കാം, ആവശ്യം പോലെ മിസൈൽ ഉണ്ടാക്കാം. അതൊക്കെ ഇറാൻ ചെയ്യുമ്പോഴാണ് ഇവർ ആക്രമണം നടത്തുന്നത്. ഇറാനാണെങ്കിൽ മുൻകൈയെടുത്ത് ഒരു ആക്രമണവും ഇതുവരെ നടത്തിയിട്ടില്ല. മിസൈൽ ശേഷി തകർക്കാൻ അമേരിക്ക ഇപ്പോൾ നടത്തുന്ന ആക്രമണം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതുമല്ല. നേരിട്ട് അമേരിക്കയിൽ പോയി അടിക്കാൻ പ്രാപ്തിയില്ലാത്തത് കൊണ്ട് ഇറാൻ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളെ ആക്രമിക്കുന്നു. നിലനിൽപ്പ് അപകടത്തിലായാൽ ഏതൊരു രാജ്യവും ചെയ്യുന്ന കാര്യം മാത്രമാണ് ഇപ്പോൾ ഇറാനും ചെയ്യുന്നത്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. ഈ യുദ്ധവും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അതിന്റെ ദുരന്ത ഫലങ്ങൾ ലോകം മൊത്തം അനുഭവിക്കേണ്ടതായി വരും.